നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പടിഞ്ഞാറങ്ങാടി സെന്ററിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. എറണാകുളം സ്വദേശി സുദേവിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയായിരുന്നു അപകടം. പറക്കുളത്തു നിന്നും ടൈൽ പൗഡർ കയറ്റി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോഡുമായി പറക്കുളം റോഡിൽ നിന്നും പടിഞ്ഞാറങ്ങാടി സെന്ററിലേക്ക് ഇറങ്ങി വരുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. അപകട സമയം തൃത്താല പട്ടാമ്പി റോഡിലൂടെ എത്തിയ മറ്റൊരു ലോറിക്ക് പുറകിൽ മറിഞ്ഞ ലോറിയുടെ മുൻവശം തട്ടുന്നതായും ദൃശ്യത്തിലുണ്ട്. ഈ വാഹനവുമായി നേർക്കുനേർ കൂട്ടിയിടിക്കാത്തതിനാൽ കൂടുതൽ ആളപായം ഒഴിവായി. വിളയൂർ പഞ്ചായത്തിൽ വിളയോളം ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും വനിതാ സർഗോത്സവവും സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിളയോളം ഗ്രാമോത്സവത്തിലാണ് കഴിഞ്ഞ ദിവസം സാംസ്കാരിക ഘോഷയാത്രയും വനിതാ സർഗോത്സവവും സംഘടിപ്പിച്ചത്. സാംസ്കാരിക ഘോഷയാത്ര വിളയൂർ ഹൈസ്കൂൾ പരിസരത്ത് നിന്നുമാണ് ആരംഭിച്ചത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് കരിങ്ങനാടാണ് യാത്ര സമാപിച്ചത്. തുടർന്ന് നടന്ന വനിതാ സർഗോത്സവം മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. CDS ആവാം, അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാവാം, മറ്റു സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാവാം, എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാവാം, എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ്മ ഇവിടെ ഉണ്ടാകുകയും അത് നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും, എന്നിലധികം പറയണം, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിച്ച് സ്വരാജ് ട്രോഫി വാങ്ങുന്ന ഇടം വരെ അത് എത്തുകയും ചെയ്തു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സ്വരാജ് ട്രോഫി മാത്രമല്ല, വനിതകളുടെ നേതൃത്വത്തിൽ ഭരിക്കുന്നത് കൊണ്ട് ഓടിയായിരിക്കാം സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ലൈഫ് ഭവന പദ്ധതി. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഒരു വീടെന്ന സ്വപ്നം, തെരുവുകളിൽ താമസിക്കുന്ന, മഴ പെയ്താൽ ആ മഴ കൊണ്ട് കിടക്കേണ്ടി വരുന്ന, അതോടൊപ്പം സുരക്ഷിതമായി ഒരു ഇടമില്ലാത്ത നിരവധി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇവിടെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സുരക്ഷിതമായി ഒരു കൂരക്ക് അകത്ത് കുടുംബമായി കഴിയുക എന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. ഗായത്രി വർഷ, സുബൈദ ഇസാഖ് എന്നിവർ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, AK ഉണ്ണികൃഷ്ണൻ, രാജ്യ മണികണ്ഠൻ, നീലടി സുധാകരൻ, T ഷാജി, CP ഷംസുദ്ദീൻ, KV ഗംഗാധരൻ, A സജീവ്, C ഹരിദാസ്, മണികണ്ഠൻ തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നൃത്തശില്പവും അരങ്ങേറി. ഗ്രാമോത്സവം നാളെ സമാപിക്കും. കൊപ്പം പഞ്ചായത്ത് തല കേരളോത്സവത്തിന് തുടക്കമായി. മുഹമ്മദ് മൂസിൻ MLA കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. കൊപ്പം പഞ്ചായത്ത് തല കേരളോത്സവത്തിനാണ് ആവേശകരമായ തുടക്കം കുറിച്ചിരിക്കുന്നത്. മുഹമ്മദ് മോസിൻ MLA കേരളോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളോത്സവം എത്രത്തോളം പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് കേരളോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുക. അത് 45 വയസ്സ് വരെ ആക്കണം, അതിനുവേണ്ടി MLA ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ആൾക്കാർ വന്നത്. അതായത് 40 വയസ്സ് കഴിഞ്ഞ് 41 വയസ്സായ ആളുകളാണ്. അപ്പൊ അവർക്ക് കേരളോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുകയും, എന്നാൽ വലിയ പ്രായമൊന്നും ആയിട്ടുമില്ല, മറ്റുള്ളവരൊക്കെ അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവർ പറഞ്ഞത്. അപ്പൊ എത്രത്തോളം അത് പ്രാധാന്യമുണ്ട് എന്നതാണ്, അതിൽ പങ്കെടുക്കണമെന്ന് മനസ്സിലാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കേരളോത്സവം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത് കായികമായും കലാപരമായിട്ടുള്ള പ്രതിഭകളെ കണ്ടെത്താൻ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ട്, ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, സമൂഹത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന, ആ സ്നേഹത്തോടെ ജീവിക്കുന്ന കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരുപാട് സന്ദേശങ്ങൾ കൂടി കേരളോത്സവത്തിലുണ്ട്. അപ്പൊ അത് ഇപ്പൊ കൊപ്പം പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു, ഓരോ സ്ഥലത്തിലും വാർഡ് തലത്തിൽ തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് അതിന്റെ സംഘാടന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് കെ ബീന, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഷാനിബ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് ആവേശകരമായ വടംവലി മത്സരവും അരങ്ങേറി. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ നിരീക്ഷണ ക്യാമറകളില്ലാത്ത സ്ഥലം നോക്കി മാലിന്യം വലിച്ചെറിയാമെന്ന് ആരും കരുതേണ്ട, പിടിവീഴും. പോലീസ് കുറ്റാന്വേഷകരെ പോലെ മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിച്ച് പിഴയടിപ്പിക്കാൻ ആരോഗ്യ വിഭാഗം ജാഗരൂകരാണ്. കഴിഞ്ഞ ദിവസം പെരിങ്ങന്നൂർ പാടത്തിന് സമീപം മാലിന്യം തള്ളിയവരെ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്ലാൽ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജീഷ് എന്നിവർ കണ്ടെത്തിയത് വൻ അന്വേഷണത്തിലൊടുവിലാണ്. റോഡരികിൽ വലിച്ചെറിഞ്ഞ മാലിന്യത്തിൽ നിന്ന് കറുകപ്പുത്തൂരിലെ ഒരു പ്രമുഖ ക്ലിനിക്കിലെ മരുന്നുകുറിപ്പടി കണ്ടെത്തിയതായിരുന്നു ആദ്യത്തെ തുമ്പ്. രോഗിയുടെ പേരിനൊപ്പം ശ്വാസതടസ്സത്തിന് കഴിക്കുന്ന മരുന്നിന്റെ പേരുമുണ്ടായിരുന്നു. ക്ലിനിക്കിൽ ചെന്ന് മരുന്നുകുറിപ്പടിയിലുള്ളയാളുടെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ സമാന പേരിൽ 25 പേർ ചികിത്സ തേടിയതായി കണ്ടു. ക്ലിനിക്കിൽ നിന്ന് അവരുടെ ഫോൺ നമ്പർ ശേഖരിച്ചു. രോഗവിവരം ചോദിക്കുന്നതിനോടൊപ്പം സംശയം തോന്നിയവരോട് മരുന്ന് കവറുകളും മറ്റും പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞ വിവരം സൂചിപ്പിച്ചു. ഒടുവിൽ മാലിന്യ നിക്ഷേപം നടത്തിയയാളെ കണ്ടെത്തി. ആദ്യം കയ്യിൽ നിന്ന് വീണുപോയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വലിച്ചെറിഞ്ഞയാൾ ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയാണുണ്ടായത്. ഇയാളെക്കൊണ്ട് തന്നെ റോഡിലെ മാലിന്യം തിരിച്ചടിപ്പിച്ച് പിഴ ചുമത്തുകയും ചെയ്തു. വീട്ടിലെ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് തന്നെ കൈമാറണമെന്ന് നിർദ്ദേശവും നൽകി. 2 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കാട്ടിരി പാലത്തിന് സമീപം മാലിന്യം വലിച്ചെറിഞ്ഞ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ നിന്ന് ആരോഗ്യ വിഭാഗം 25,000 രൂപ പിഴ ചുമത്തിയിരുന്നു. പഴയന്നൂർ ഏളനാട് വാണിയംപാറ റോഡിന് സമീപം അമ്പക്കാട് പ്രദേശത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച സ്ഥലം വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു. കുതിരാൻ തുരങ്കം തുറന്നുകൊടുത്തതു മുതൽ വിദഗ്ധരുടെ അഭിപ്രായത്തെ അവഗണിച്ചതാണ് എളനാട് ചേലക്കര മേഖലയിൽ ആനയെത്താനുള്ള കാരണമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. വന്യമൃഗശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് പറഞ്ഞു. വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട്, പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുട്ടി, പ്രദേശവാസികളായ OC മത്തായി, M ശൈലജ, കാർത്തിയേനി തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരോടും അപേക്ഷ കൊടുക്കാൻ ആജ്ഞാപിക്കുകയാണ്. എങ്കിലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നതാണ് അവർ പറയുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ജനസമ്പർക്കമില്ലാത്തവരായി, ഒരു ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തവരായി, ജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി ഒരു ബോധവുമില്ലാത്ത ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു, പെരിയും കൂടി ഇല്ല, അതുകൊണ്ട് എന്നെ ആന കൊല്ലും. ഞങ്ങളും അതേപോലെ തന്നെയാണ്, ഷെഡ് വെച്ച് ഷീറ്റിട്ട പെരയിലാണ് ഞങ്ങളും ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എന്താ സേഫ്റ്റി ഉള്ളത്? ഒരു സേഫ്റ്റി ഇല്ല ഇവിടെ. മുതുതലയിൽ KCB ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് എലവഞ്ചേരി സ്വദേശി ശ്രീനിവാസനാണ് മരിച്ചത്. KCB മുതുതല സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ പാലക്കാട് എലവാഞ്ചേരി കരിങ്കുളം കരിപ്പായിൽ ശ്രീനിവാസനെയാണ് മുതുതലയിലെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. രാവിലെ ഇയാളെ കാണാതായവരുടെ സഹപ്രവർത്തകർ റൂമിൽ അന്വേഷിച്ചപ്പോഴാണ് കുളിമുറി ഇയാൾ വീണ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് പട്ടാമ്പി പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഏതാനും വർഷങ്ങളായി ഇയാൾ മുതുതലയിൽ KCB ലൈൻമാനായി ജോലി ചെയ്തു വരികയാണ്. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല ID കാർഡ് വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ID കാർഡ് വിതരണവും VR നിരഞ്ജൻ, മുർഷിദ പർവീൻ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിക്കലും DYSP നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലുശ്ശേരി അധ്യക്ഷനായി. CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നെറവക്കാട്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KG സണ്ണി, മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേംദാസ് പിടാവന്നൂർ, പ്രവാസി കോൺഗ്രസ് നേതാവ് ഹൈദർ ബാവ, ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു. നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. രക്ഷാധികാരി C മൂസ പെരിങ്ങോട് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു. ആ മീഡിയയിലെ ആ തൂണിൻ്റെ നമ്മുടെ പ്രാദേശികമായിട്ട് തൃത്താലയിലെ ആളുകളാണ്, തൃത്താലയിലെ പത്രപ്രവർത്തകർ.
അത് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പൊതുജന താല്പര്യത്തിന് അനുസൃതമായി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഭരണകൂടമായാലും അല്ലെങ്കിൽ പൊതു സംരംഭങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങൾ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ പത്രപ്രവർത്തനം കൊണ്ട് വീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു തൊഴിൽ സംഘടന എന്ന നിലയിൽ ഇപ്പോൾ ഗവൺമെൻറ് ചെറിയ ചെറിയ ക്ഷേമനിധിയൊക്കെ തുടങ്ങിയിട്ട് പെൻഷൻ എത്തിച്ചു നൽകാനാണ് നമ്മളെല്ലാവരും സംഘടിക്കേണ്ടതും അതേപോലെ തന്നെ സേവനം നൽകേണ്ടതും. നേരത്തെ സ്വാഗതപ്രാസംഗം സൂചിപ്പിച്ച പോലെ ഒരു തൊഴിലാളി സംഘടന എന്ന രൂപത്തിൽ സംഘടനത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വേതനവും വർധനവും ആനുകൂല്യങ്ങളുടെയും കാര്യത്തിൽ വളരെയേറെ പുറകിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് പത്രപ്രവർത്തകർ എന്നുള്ളത് തർക്കമില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന മാധ്യമങ്ങളുടെ വരുമാനവും അവരുടെ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് തരാൻ സാധിക്കുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. മാധ്യമരംഗത്തെ കുതിച്ചുചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പല മാധ്യമങ്ങളും പുറന്തള്ളപ്പെടുകയും ആ മേഖലയിലെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം കൂടിയാണ്. ദൃശ്യ മാധ്യമങ്ങളുടെയും അതേപോലെ തന്നെ ഓൺലൈൻ ചാനലുകളുടെയും രംഗപ്രവേശനം വന്നതോടുകൂടിയിട്ട് വാർത്തകൾ എത്രമാത്രം സ്പീഡായിട്ട് ജനങ്ങളിൽ എത്തിക്കാമെന്നുള്ള മത്സരം കൂടെ ആയതോടുകൂടിയിട്ട് കേൾക്കുന്ന വാർത്തകളുടെ സത്യസന്ധതകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള പട്ടാമ്പി നിള IPT റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്ന് കേരള പ്രവാസി സംഘം പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു. സംഘം ഏരിയ സെക്രട്ടറി റിയാസ് കൊടുമുണ്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT ആൻഡ് GPT കോളേജ് വരെയുള്ള റോഡ് നവീകരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും പൂർണ്ണതോതിൽ ഗതാഗതയോഗ്യമാക്കണമെന്നും കേരള പ്രവാസി സംഘം പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു. തെക്കുമുറി അലയൻസ് പ്ലാസയിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി റിയാസ് കൊടുമുണ്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അലി മുണ്ടത്ത് അധ്യക്ഷനായിരുന്നു. PP മുഹമ്മദ്, A ജലീൽ, KC ഷാജി, യാഹു, ഷംസു കല്ലുപറമ്പിൽ, ബക്കർ മുണ്ടത്ത്, ഷംസു പരൂക്കടവ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതിൽ വന്ന പല ആളുകളുണ്ടാവും. അവരിത് മനസ്സിലാക്കി ചെയ്യാനും പ്രവർത്തിക്കാനും നമ്മളെ ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ ആമുഖമായി പറയുന്നു. പിന്നെ പ്രമേയം പട്ടാമ്പിയിലെ ശ്മശാനം പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുക, ഭാരതപ്പുഴ സംരക്ഷണത്തിന് പ്രത്യേകം പദ്ധതി തയ്യാറാക്കുക എന്ന് ഈ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. വല്ലപ്പുഴ ചെറുകോട് ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറും തുറന്നുകൊടുത്തു. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ ചെറുകോട് ഗവൺമെന്റ് LP സ്കൂളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിച്ചൺ കം സ്റ്റോർ റൂം സജ്ജമാക്കിയത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. ഇതോടൊപ്പം അനുമോദന സദസ്സും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി AEO KT സുമതി, PTA പ്രസിഡന്റ് ET അബ്ദുൽ റഷീദ്, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം E അരിഗോവിന്ദൻ, CP ബാലഗോപാൽ, N ശിവരാമൻ, P കൃഷ്ണകുമാർ, M മുനീറ, K പ്രവീൺ, TR ശ്രീവിദ്യ, കല്ലിങ്ങൽ അംസ, പ്രധാനാധ്യാപിക KM ഗിരിജ, ബീന ടീച്ചർ, ആശ, മുസ്തഫ മൗലവി, സുജീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 20 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസ് നിന്ന് വിരമിക്കുന്ന N ശങ്കരൻകുട്ടിക്ക് യാത്രയപ്പം നൽകി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും ഒരുക്കിയിരുന്നു. കിച്ചൺ ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് കൊണ്ടാണ് ഈ കിച്ചൺ ഇവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കിച്ചണാണ്. നല്ല സൗകര്യങ്ങളുണ്ട്. ചെറിയ ഫണ്ടാണ്. 7.25 ലക്ഷം അല്ലെങ്കിൽ 7,70,000 എന്തൊക്കെയാണ് ഫണ്ടുള്ളത്. ആ ഫണ്ടാണെങ്കിലും അതിനപ്പുറത്ത് ഇതിന്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. PTA പ്രസിഡന്റ് പറഞ്ഞത് കുറച്ചൊക്കെ ഇവിടുന്ന് PTA അടക്കമുള്ളവർ അതിനുള്ള ശ്രമങ്ങൾ നടത്തി കയ്യിൽ നിന്നുകൂടെ കുറച്ച് കാശ് എടുത്താണ് അത് സൗകര്യം ചെയ്തത്. അതാണ് ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകതയും. എല്ലാവരും ഒരുമിച്ച് സ്കൂള് കൂടുതൽ മനോഹരമാക്കാൻ, പരിമിതികൾ ഉണ്ടാകുമ്പോഴും മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. ഒരു കാലത്ത് ഇത് ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിനും നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു നിന്നിട്ടുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അപ്പൊ എന്തായിരുന്നാലും അത് മനോഹരമായ കിച്ചണായിട്ടുണ്ട്. നമുക്ക് പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പദ്ധതിയിലും അതോടൊപ്പം MLA ഫണ്ടിലുമായിട്ട് ഏറ്റവും കൂടുതൽ സ്മാർട്ട് കിച്ചൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആധുനിക കിച്ചൺ സൗകര്യങ്ങൾ ഒരുക്കിയ
പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ നിയമസഭാ മണ്ഡലം പട്ടാമ്പിയായി മാറാൻ പോവുകയാണ് എന്ന കാര്യം അറിയാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നാഗൽശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെരിങ്ങോട് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ 2025 ജൂൺ 16 ഉത്തരവ് പിൻവലിക്കുക, ഭൂവികസന പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, NMMSലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും തൊഴിലാളി യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി KP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. KT മോഹൻദാസ് അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗവും പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ A കുട്ടിനാരായണൻ, AM രാജൻ, KV സുന്ദരൻ, KV മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തൊഴിലാളി സ്നേഹം പ്രകടിപ്പിച്ചിട്ടൊക്കെ ചില ആളുകളൊക്കെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ എവിടെയായിരുന്നു പ്രധാനം? അവരൊക്കെ എവിടെയാണ് പ്രധാനം? ഇത്രയും കാലം തൊഴിലുറപ്പ് തൊഴിലിനെ അവഹേളിക്കുകയും അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്ത ആളുകളൊക്കെ ഇപ്പോ പുതിയ കുപ്പായമിട്ട് തൊഴിലാളികളെ തൊഴിൽ കഴിയിട്ട് വരുന്നുണ്ട്. അതിനൊക്കെ അതിന്റെ ഒരു ഇലക്ഷനാണ് വരുന്നത്. അതുകൊണ്ടാ ഇലക്ഷൻ വരുന്നുണ്ട്, പഞ്ചായത്ത് നിയമസഭ വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാ നമ്മുടെ ഇവിടെ അങ്ങനല്ല. ഇലക്ഷൻ ഉണ്ടെങ്കിലും എല്ലാം ഈ തൊഴിലാളികളെ ബാധിക്കുന്ന ജീവ പ്രശ്നം എത്തിക്കൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ഈ തൊഴിലുറപ്പിന്റെ സ്വന്തകാലപ്പ ഊരിയകാലത്ത് എന്നും സ്വന്തകാലം ഉണ്ടായില്ലോ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ബജറ്റിനകത്ത് തൊഴിലാളിയുടെ എണ്ണത്തിന് ശരാശരി നോക്കിക്കൊണ്ട് ഈ പദ്ധതിക്ക് ഫണ്ട് വെച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നാം UPA ഗവൺമെന്റ് മാത്രമേ വെച്ചുള്ളൂ. ഈ പദ്ധതി ഉൾപ്പെടുത്തുന്നത് ഒന്നാം UPA ഘട്ടത്തിലാണ്. എന്താണ് ആ ഘട്ടത്തിന് പ്രത്യേകം പറയൂ? വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക എന്ന പ്രമേയത്തിൽ SDPI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CP ഷൌക്കത്തിന്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി. തലക്കശ്ശേരിയിൽ നിന്ന് തൃത്താല മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈകിട്ട് 7 മണിക്ക് കൂനമൂച്ചിയിൽ സമാപിച്ചു. സമാപന പൊതുയോഗം തൃത്താല മണ്ഡലം സെക്രട്ടറി താഹിർ കൂനമൂച്ചി ഉദ്ഘാടനം ചെയ്തു. സമൂഹമാധ്യമ ആക്ടിവിസ്റ്റും SDPI നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി അംഗവുമായ യാസിർ പൂക്കോട്ടുപാട് മുഖ്യപ്രഭാഷണം നടത്തി. CPIM ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഹമീദ്, വൈസ് പ്രസിഡന്റ് ബക്കർ എന്നിവർ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ SDPIക്കാരൻ എന്തെങ്കിലും ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്താൽ അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ SDPIക്കാരനെ കിട്ടിയില്ലെങ്കിൽ SDPIക്കാരന്റെ ഭാര്യയെ കൊണ്ടുപോയ പോലീസുകാരുടെ ഇവിടെ ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ അനുഭവിച്ചതാണ്. എന്നിട്ടും ഞങ്ങൾ സത്യം പറയുന്നത് നിർത്തിയിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അനീതിയോട് സമരസപ്പെട്ട ഒരു ചരിത്രം ഇന്ത്യ രാജ്യത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു ചരിത്രമില്ല. ഇപ്പൊ നമുക്കറിയാം SDPI അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണി ഇവിടെ പറഞ്ഞു തരാം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.